എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഗായ്സ്. അപ്പം ഇന്ന് വിഷു അല്ലേ, എല്ലാവർക്കും സുഖമല്ലേ? വിഷുവൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ ഹസനിലാണ്. ഇപ്പം ഏകദേശം സമയം ഒരു 7 മണി ആയിക്കണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്ന് ട്രാവലിംഗ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഒരു ഗോപാലസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് കയറും. അപ്പം അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. വിഷു കൈനീട്ടം കൊടുക്കണം എല്ലാവർക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഗണ്ടൂന്ത് രസവാ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലേ, സോറി, ഇന്നും കൂടെ പറഞ്ഞേക്കുന്നു. കണി കാണും പാട് കണി കാണും കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുലാർത്തി കനകാകിങ്ങിടി വളകൾ മോതി അണിഞ്ഞു കാണണം ഭഗവാനെ. ഹാപ്പി വിഷു. ഷൂ അല്ല, വിഷു 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 ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇന്ന് വിഷുവാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ എല്ലാവരുടെ അടുത്തൊന്നും ഇറങ്ങിയേ. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുണ്ടൽപേട്ട അവിടെ എത്തി. ഞങ്ങൾക്ക് വിശന്നു, അപ്പോൾ കഴിക്കാൻ ഇറങ്ങിയതാണ്. ഹോട്ടൽ അമരാവതി ഹോട്ടലിലാണ്. അവിടെ നിന്ന് ഞങ്ങളെങ്ങും നിർത്തിയില്ല കേട്ടോ. പിന്നെ നിർത്തണ പെട്രോൾ പമ്പിൽ നിർത്തി, പിന്നെ ഇവിടെയാണ് നിർത്തിയത്. ഈ കഴിക്കുക കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു ഗോപാലസ്വാമി ക്ഷേത്രം. സോറി ഗൈസ്, അവിടെ ഇവിടെ ഫുഡായിട്ടില്ല. 12 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. എങ്ങോട്ടാ പോണെന്ന് പറയും. ഇപ്പൊ ഗോപാലസ്വാമി टेम्पल में जा रहा हूँ, इसलिए कार हमारा कार वो रास्ते में जा रहा है. इधर से इधर से 4 किलोमीटर दूर है गोपालपेट स्वामी टेम्पल. उधर से कर्नाटका स्टेट KSRTC में जाना है. अपना खुद का गाड़ी में उधर नहीं पहुंचेगा. ये सुनो, ये गाड़ी में कौन सा आदमी है? मेरा गाड़ी में मेरा वाइफ, मेरा बेटा, बेटे का वाइफ, मेरा एक छोटा लड़की. टेम्पल में एक एलिफेंट आता है, जंगल एलिफेंट आता है, हाथी आता है. वो शाम को सुमार 5 बजे तक टेम्पल में पहुंचेगा. उधर का प्रसाद खाकर सुबह तक चला जाएगा. वो टेम्पल में रात को कोई आदमी रहने का अनुवाद नहीं है. क्योंकि क्यों पूछने में उसके लिए मालूम नहीं है. उधर कोई रुकता नहीं है. उधर KSRTC लास्ट ट्रिप में सबको क्लोज करके लेकर आ जाता है. അമ്പലത്തിലെത്തി, ഗോപാലസ്വാമി ക്ഷേത്രത്തിലെത്തി, കയറാൻ പോവാണ്. അച്ഛൻ പറഞ്ഞല്ലോ KSRTC ബസ്സിലാണ് പോകേണ്ടത്. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തിക്കും. അപ്പം നമ്മൾ കയറാൻ പോവാണ്. ക്യൂ നിൽക്കുകയാണ് ശ്യാമ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങും. ഇതിലുണ്ട് അമ്മയും അഞ്ചും അങ്ങ് തണലത്തേക്ക് മാറിയുന്നു. ഇവിടെ നിന്നാണ് KSRTCക്ക് പോണത്. ബന്ദിപ്പൂർ ഈ ബസ്സിനാണ് പോണേ. തിരക്ക് സീറ്റില്ല ഞങ്ങൾക്ക്. അടുത്ത ബസ്സിനാ വെയിലത്ത് നിൽക്കണം അത്ര നേരം. ഹിമവത് ഗോപാലസ്വാമി ഭട്ടെ കർണാടകയിൽ മൈസൂരിനടുത്തും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ മലനിരകളും തീർത്ഥാടന കേന്ദ്രവുമാണ്. ഈ സ്ഥലം വരുന്നത് ചാമരാജനഗർ ജില്ലയിൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ ഈ മല സ്ഥിതി ചെയ്യുന്നു. ഇവിടെ എത്തി, ബസ്സൊക്കെ ഇറങ്ങി അമ്പലത്തിലേക്ക് കയറും. അമ്പലം
ഇവിടെയുള്ള ഗോപാലസ്വാമി ക്ഷേത്രം ചോള രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠ ബാലകൃഷ്ണനാണ്. ഹിമവത് എന്ന പേര് മലമുകളിൽ വർഷം മുഴുവൻ കാണപ്പെടുന്ന മൂടൽമഞ്ഞിനെ കുറിച്ചുള്ളതാണ്. ഇവിടത്തേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല. സർക്കാർ ജീപ്പുകളോ ബസ്സുകളോ ഉപയോഗിച്ചാണ് മലമുകളിലേക്ക് പോകേണ്ടത്. നല്ല ഫ്രെയിം അല്ലേ? അമ്മ അഞ്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല കാറ്റ്, തണുത്ത കാറ്റുണ്ട്. ശ്യാമ അവിടെ ഫോട്ടോഗ്രാഫി ഉണ്ടല്ലേ ശ്യാമേ? ആ ബസ് അങ്ങോട്ട് പോയല്ലോ. തിരിച്ച് റിട്ടേൺ പോവാം. എടുത്ത് വിട്ട് നല്ല ഊണ് കഴിക്കാം. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്രയായി അല്ലേ? അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഹോട്ടലിൻ്റെ പേരെന്താ? ശ്രീ വിനായക. കേരള മീൽസ് ഉണ്ട്. കഴിച്ചിറങ്ങി ഗായ്സ്. ഭയങ്കര ക്ഷീണം. വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ നാടുകാണി ഇറങ്ങി. കുറച്ച് സ്പൈസസ് ഒക്കെ മേടിക്കാനുണ്ടായി. അപ്പം അതൊക്കെ മേടിക്കാൻ അമ്മ നിൽക്കുക കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് കോൾഡാണ്. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്ത വോയിസാണ്. അവക്കാടോ അങ്ങനെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. ഒന്ന് ഉറങ്ങി ക്ഷീണം മാറ്റി. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്ത് വരുന്നതാണ്. ഞാൻ ട്രാവലിംഗ് വീഡിയോ കൂടുതൽ രണ്ടാമത്തെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഫസ്റ്റ് പാർട്ട് ഫുള്ള് ട്രാവലിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.